മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി സാറാ ജോസഫിൻ്റെ ഈ ഉടലെന്നെ ചൂഴുമ്പോൾ എന്ന കഥയാണ് വായിക്കാനായിട്ട് പോകുന്നത്. ഈ ഉടലെന്നെ ചൂഴുമ്പോൾ. ഒരു കഥ വായിച്ചു കഴിഞ്ഞ് അതുപോലൊരു അനുഭവം ഉണ്ടാവുകയാണോ, അതോ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം കഥയുണ്ടാവുകയാണോ? രാധാമണിയുടെ അനുഭവം എന്തായാലും ശരി. മുരുകേശൻ പറയുന്നത് കഥ വായിച്ചതുകൊണ്ടല്ല താൻ രാധാമണിയെ ബലാത്സംഗം ചെയ്തതെന്നാണ്. ബലാത്സംഗം തൻ്റെ സ്വന്തം കൃതിയാണ്, മൗലികമാണ്. ഒരു കഥാകൃത്തിനും അതിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. രാധാമണിയുടെ ഭർത്താവ് ഗോപിനാഥൻ നായർക്കും കഥയിൽ വിശ്വാസമില്ല. താൻ ഇറങ്ങിപ്പോയ ഉടനെ രാധാമണി വാതിൽ തഴുതിടാത്തതാണ് ബലാത്സംഗം വരുത്തി തീർത്തതെന്ന് ഗോപിനാഥൻ നായർ വിശ്വസിക്കുന്നു. തുറന്ന വാതിൽ ഒരു ക്ഷണമാണ്. അതിനാലാണ് താഴത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ഓയിലും കരിയും പുരണ്ട വേഷവും കയ്യിലൊരു സ്പാനറുമായി മുരുകേശൻ അതിക്രമിച്ചു കയറിയത്. കോടതിയിൽ തോറ്റു എന്നതല്ല രാധാമണിയെ വേദനിപ്പിച്ചത്. ഒരു നീലപ്പടം ചതുരമായി പരിശോധിക്കും പോലെ പരിശോധിച്ച് കോടതി സമക്ഷം വായ കൊണ്ട് ബലാത്സംഗം നടത്തിയ വക്കീൽ സോമസുന്ദരവുമല്ല രാധാമണിയെ വേദനിപ്പിച്ചത്. രാധാമണിയുടെ ഉടൽ രാധാമണിയുടെ മനസ്സിനെ ക്രൂരമായി ചതിച്ചുവെന്ന പ്രസ്താവത്തിന് കീഴിൽ അടിവരയിട്ട് മുരുകേശനെ വെറുതെ വിട്ട ന്യായാധിപനുമല്ല രാധാമണിയെ വേദനിപ്പിച്ചത്. മുരുകേശൻ രാധാമണിയെ ബലാത്സംഗം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് രാധാമണി വായിച്ചു തീർത്ത കഥയിലെ കുരുക്കുകൾ രാധാമണിയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. രാധാമണി സ്വന്തം കഥ പറയുകയാണെങ്കിൽ തീർച്ചയായും അതിൽ അവളുടെ ലൈംഗികതയുടെ പ്രശ്നങ്ങളുമുണ്ടാകുമല്ലോ. അവൾ ഒരു കഥാകൃത്തല്ലാത്തതുകൊണ്ട് വളച്ചൊടിക്കലും അലങ്കാരപ്രയോഗവും ദാർശനിക സമസ്യകളും കൂടാതെ ഋജുരേഖയിലാണ് കഥ പറഞ്ഞു പോവുക. 9 വയസ്സിലാണ് എനിക്ക് കുന്നിക്കുരുവിൻ്റെ അത്ര മുല കിളിർത്തത് എന്ന് യാതൊരു മറയും കൂടാതെ രാധാമണി പറഞ്ഞാലും കേൾക്കുന്നവർക്ക് വല്ലായ്മ തോന്നാം. രാധാമണിയുടെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യമായാലും നിഗൂഹനം ചെയ്ത് പറയുന്ന രീതിയാണ് ശരിയെന്ന അഭിപ്രായവും ഉയരാം. അതെന്തായാലും അത്യന്തം കൗതുകത്തോടെ കമ്മീസിനുമീതെ വിരലോടിച്ച് സന്തോഷിച്ചുവെന്ന് രാധാമണി പറയും. അടിവയറിന് താഴെ നനുക്കനെ ചെറുരോമങ്ങൾ പടരുന്നത് കണ്ടുപിടിച്ച അന്ന് താൻ ആഹ്ലാദം കൊണ്ട് വീർപ്പടക്കി കുളക്കടവിൽ വെച്ച് പലവട്ടം ഒളിച്ചു കണ്ട ആനന്ദിയെടുത്തിയുടെ പൂർണ്ണതയുള്ള നഗ്നതയിലേക്ക് താനും വളർന്നു കയറുകയാണെന്ന അറിവാണ് അങ്ങനെ വീർപ്പ് മുട്ടിച്ചത്. 9-ാം വയസ്സിൻ്റെ നടുവിൽ ഒരു ദിവസം ഒരു കുട്ടിയുടെ അലട്ടില്ലാത്ത ഉറക്കത്തിൻ്റെ ആഴത്തിൽ നിന്ന് പെട്ടെന്ന് രാധാമണി ഞെട്ടി ഉണർന്നു. കുന്നിക്കുരുവിനേക്കാൾ അല്പം കൂടി വളർന്ന മുലകളിൽ പരുക്കൻ വിരലുകൾ തിരിപ്പിടിപ്പിക്കുന്നു, വേദനിക്കുന്നു. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വായിച്ചു കിടന്ന കഥയിലെ മന്ത്രവാദിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് രാധാമണിക്ക് തോന്നി. നിലവിളിയോടെ അവൾ ചാടി എണീറ്റു. അമ്മ വിളക്ക് തെളിച്ചപ്പോൾ മന്ത്രവാദി ഓടിമറിഞ്ഞുവോ? വശം ചെരിഞ്ഞുകിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്ന ഉണ്ണിമാമയെയും വെളിച്ച മുഖത്ത് വീണപ്പോൾ ഉറക്കം ഞെട്ടി കരയാൻ തുടങ്ങിയ അനിയത്തിയെയും പകച്ചു നോക്കി രാധാമണിയിരുന്നു. എന്താണുണ്ടായതെന്ന് അമ്മയോട് പറയാൻ പറ്റാത്ത വിധം കനമേറിയൊരു വിഷാദം അവളിൽ നിറഞ്ഞു. പിന്നീടൊരിക്കലും ആഹ്ലാദത്തോടെ കമ്മീസിനു മീതെ വിരലോടിക്കാൻ രാധാമണിക്ക് തോന്നിയിട്ടില്ല. മുലക്കണ്ണുകൾ വിഷാദത്തിൽ മുങ്ങിപ്പോയെന്ന് രാധാമണി പറയുന്നു. ഇങ്ങനെ കുത്തിക്കെട്ടഴിഞ്ഞ അനുഭവ പുസ്തകം അവിടുന്നും ഇവിടുന്നും ഏടുമറിച്ച് അറപ്പില്ലാതെ രാധാമണി വായിക്കുമ്പോൾ വിഷാദത്തെ അർബുദം പോലെ പെരുപ്പിച്ച ചിലരെ നാം കണ്ടുമുട്ടും. രാധാമണി പുറത്തു മാറിയിരുന്ന ദിവസങ്ങളിലൊന്നിൽ ഒരു പച്ചച്ചിരിയോടെ പായയിൽ വന്നിരുന്ന് വിറയ്ക്കുന്ന കൈകൾ അവളുടെ ജാക്കറ്റിനുമീതെ അമർത്തിയ ചിറ്റമ്മയുടെ ഭർത്താവ് കുട്ടിക്കൃഷ്ണൻ നായർ. 2 കണക്കിൽ മണ്ടിയായിരുന്ന രാധാമണിയെ ഒറ്റയ്ക്ക് കണക്ക് പഠിപ്പിച്ച് ബ്ലാക്ക് ബോർഡിൻ്റെ കറുത്ത പശ്ചാത്തലത്തിലേക്ക് തൻ്റെ ശരീരത്തിൻ്റെ മർദ്ദനത്തിനെതിരെ ചേർത്ത് നിർത്തിയ കണക്കുമാഷ്. 3 ആളില്ലാത്ത ഒച്ചകളിൽ കടന്നുവന്ന് രാധാമണിയെ വല്ലാത്തൊരർത്ഥത്തിൽ കെട്ടിപ്പിടിക്കുകയും മണപ്പിക്കുകയും ഉമ്മ വയ്ക്കുകയും ഇക്കിളിപ്പെടുത്തുകയും ചെയ്യുന്ന അമ്മാവൻ്റെ മകൾ ശാരദയെടുത്തി.
എല്ലാം ഇങ്ങനെ വിവരിക്കുന്നതിൽ അർത്ഥമില്ല. വിഷാദം ഒരനങ്ങാമലയോ പടുകൂറ്റൻ നായികമണിയോ ഏതാണെങ്കിൽ അത് രാധാമണിയുടെ തലയിൽ അടർന്നു വീണു. ഉടലെന്നത് തരം കിട്ടുമ്പോഴൊക്കെ മനുഷ്യരും മൃഗങ്ങളും കയറിയിറങ്ങുന്ന വഴിയമ്പലമാണെന്നും ഉടലിൻ്റെ സ്വീകാര്യത പറയാൻ സൗകര്യമുള്ള ഒരു നുണ മാത്രമാണെന്നും തിരിച്ചറിവായതോടെ തന്നെ ചൂഴ്ന്നു നിലയ്ക്കുന്ന ഈ ഉടലിനെ രാധാമണി ഭയന്നു. വെറുക്കാനും സ്നേഹിക്കാനുമാവാതെ കുഴഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ബലാത്സംഗത്തിൽ സംഭവത്തിൻ്റെ അറ്റത്തെ നിമിഷങ്ങളിൽ താൻ ബലാത്സംഗം ചെയ്യപ്പെടുകയാണോ അതോ ഏകപക്ഷീയമല്ലാത്തൊരു സുഖാനുഭവത്തിൽ പങ്കുചേരുകയാണോ എന്ന് തീരുമാനിക്കാൻ രാധാമണിക്ക് കഴിഞ്ഞില്ല എന്നത് ഒരാൾ പറഞ്ഞാൽ, എത്ര ദാർശനികമായി പറഞ്ഞാലും നാം എന്താണ് മനസ്സിലാക്കുക? രാധാമണിയുടെ അനുഭവം എന്തായിരുന്നുവെന്ന് ബലാത്സംഗം നടത്തിയ മുരുകേശിനു പോലും ആധികാരികമായി പറയാൻ കഴിയാതിരിക്കെ മൂന്നാമതൊരാൾ അതേപറ്റി അഭിപ്രായപ്രകടനം നടത്തുന്നതുപോലും എങ്ങനെ? ഗോപിനാഥൻ നായരുടെ കിടപ്പറയിലെ മൗനത്തിലേക്ക് മുരുകേശൻ കടന്നുകയറുകയായിരുന്നു. എല്ലാ കടന്നുകയറ്റങ്ങളും അതിക്രമങ്ങളാണ്. രാധാമണിയുടെ ഉടലിൻ്റെ രഹസ്യത്തിലേക്ക് മുരുകേശൻ കടന്നുകയറ്റം നടത്തി. മുരുകേശനെ പിന്തുടരേണ്ടതിനു പകരം രാധാമണിയെ പിന്തുടരാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് എന്താവാം? അതെന്തായാലും രാധാമണിയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. സ്വന്തം ഉടലിൻ്റെ രഹസ്യം ആരുമായിട്ടാണ് പങ്കുവെക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം രാധാമണിക്കുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഗോപിനാഥൻ നായരുമായി അവളത് പങ്കുവെക്കേണ്ടി വരുമായിരുന്നു. മുരുകേശൻ അവളുടെ ഉടലിൻ്റെ രഹസ്യത്തിലേക്ക് കടന്നുകയറ്റം നടത്തുമായിരുന്നു. കുട്ടിക്കൃഷ്ണൻ നായരും കണക്കുമാഷും ശാരദയെടുത്തിയും അവരവരുടെ വീതം കയ്യേറ്റം നടത്തുമായിരുന്നു. 9-ാം വയസ്സിൽ തന്നെ കുഞ്ഞുമുലക്കണ്ണുകളിൽ വിഷാദം കൂടുവയ്ക്കുമായിരുന്നു. രാധാമണിയുടെ വിഷാദം കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാകയാൽ കപടമാണെന്ന്, അത് തികച്ചും വൈയക്തികമാണെന്നും ഒരു റാൻഡം സാമ്പിളിങ്ങിൽ പോലും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്നും ഒരു ഡോക്ടർക്കോ വക്കീലിനോ കഥാകൃത്തിനോ പറയാൻ അവകാശമുണ്ടോ? രാധാമണി കോടതിയിൽ. രാധാമണി പ്രതിക്കൂട്ടിൽ. വക്കീൽ സോമസുന്ദരം വൃത്തിയായ വേഷം ധരിച്ചു വന്നിരിക്കുന്നു. ഇക്കാലത്ത് സിനിമകൾ വക്കീലന്മാർക്ക് വലിയൊരു പ്രചോദനമാവുന്നുണ്ട്. അമരീഷ് പുരിയുടെ അഭിനയ ശൈലിയിലാണ് സോമസുന്ദരത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. അമരീഷ് പുരി ചോദിക്കുന്നു, സംഭവം നടക്കുമ്പോൾ മുരുകേശൻ താഴെയായിരുന്നോ മീതെയായിരുന്നു? മീതെ. രാധാമണി എതിർത്തില്ല അല്ലേ? എതിർത്തു. സംഭവം നടക്കുമ്പോൾ രാധാമണിയുടെ കൈകൾ എവിടെയായിരുന്നു? കൈകളേക്കാൾ കാലുകളെ രാധാമണി ഓർക്കുന്നു. മുരുകേശൻ പൂർണ്ണമായും കീഴടക്കുന്നതുവരെ അവനെ പലവട്ടം ചവിട്ടിത്തെറിപ്പിക്കാൻ പറ്റിയ നല്ല 2 ആയുധങ്ങളായിരുന്നു കാലുകൾ. എന്നാൽ ബലാത്സംഗത്തിൽ കൈകൾക്ക് പ്രസക്തി വളരെ കൂടുതലാണെന്ന് അമരീഷ് പുരിയുടെ ചുളിച്ച കൂട്ടുപുരുകങ്ങൾ പറയുന്നു. പറയൂ, എവിടെയായിരുന്നു? മുരുകേശൻ്റെ മുതുകിലായിരുന്നോ കഴുത്തിലായിരുന്നു? രതിയുടെ വേളയിൽ കൈകൾക്കുള്ള പ്രാധാന്യം അറിയാത്തവളല്ല രാധാമണി. വിധിയാംവണ്ണം രാധാമണി രതിബന്ധം പുലർത്തണമെന്ന് മറ്റുള്ളവർ അനുശാസിക്കുന്ന ഗോപിനാഥൻ നായർക്കു നേരെ ഒരിക്കലും ഉയരാത്ത അവളുടെ കൈകൾ അവരുടെ ദാമ്പത്യത്തിൻ്റെ അടിത്തറ ഇളക്കിക്കൊണ്ടിരുന്നു. കൈകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് കൂടുതൽ കറുത്ത വിഷാദത്തിൽ മുങ്ങി രാധാമണി കിടക്കുമ്പോൾ ഗോപിനാഥൻ നായർ പരാതിപ്പെടും. നീ എന്നോട് സഹകരിക്കുന്നില്ല. വിധിയാമണ്ണം നീ എന്നോട് സഹകരിക്കേണ്ടവളാണ്. രാധാമണി പറയും. എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തിലേക്ക് പ്രസരിക്കുന്നില്ല. രാധാമണിയുടെ മനസ്സ് രാധാമണിയുടെ ശരീരം മുഴുവൻ പ്രസരിച്ച് ഒരു ഉല പോലെ അവൾ കത്തിച്ചൊലിച്ചതും ഒരു ഉറവ പോലെ അവൾ തുളുമ്പി നിന്നതും ആനന്ദിൻ്റെ അടുത്താണ്. എന്ത് രാസവിദ്യ എന്ന് രാധാമണിക്കറിയില്ല. ഗോപിനാഥൻ നായരും ആനന്ദും മുരുകേശനും ഓരോ ഉടലുകൾ തന്നെ. മറ്റുടലുകളിൽ നിന്ന് വ്യത്യസ്തമായി ആനന്ദിൻ്റെ ഉടലിൽ അവൻ്റെ മനസ്സ് പ്രസരിക്കുന്നത് രാധാമണിക്ക് അറിയാൻ കഴിഞ്ഞതെങ്ങനെ? മുലക്കണ്ണുകളിൽ കനത്തുകിടന്ന വിഷാദത്തിൻ്റെ പതഞ്ഞു പൊങ്ങലാണ് ഗോപിനാഥൻ നായരുമായുള്ള രതി രാധാമണിക്ക് അസാധ്യമാക്കിയതെങ്കിൽ ആനന്ദ് അതേ വിഷാദത്തെ മോചിപ്പിച്ച് രാധാമണിയെ സ്വതന്ത്രയാക്കി. 9 വയസ്സിൽ ആരംഭിച്ച വിഷാദം പൊടുന്നനെ കെട്ടൊഴിഞ്ഞു വീണപ്പോൾ രാധാമണി വിസ്മരിക്കുകയും അവളുടെ കൈകൾ ആനന്ദിൻ്റെ മുതുകിലേക്ക് വളഞ്ഞു ചെല്ലുകയും അവനെ മുറുക്കി വരിഞ്ഞ് സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ഒരു പെണ്ണിൻ്റെ കൈകളുടെ സ്ഥാനം എവിടെയായിരുന്നു എന്നതിൻ്റെ അർത്ഥം ആരാണ് ശരിക്കും മനസ്സിലാക്കുക? ഗോപിനാഥൻ നായർക്ക് നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതുപോലെ എനിക്കും കഴിയില്ലെന്നല്ലേ കൈകളുടെ അർത്ഥം? നീ ദാഹം തീരാത്ത വല്ലാത്തൊരു പെണ്ണാണ്. ആനന്ദ് ഒരു ദിവസം പറഞ്ഞതോടെ വിഷാദങ്ങളെല്ലാം തിരികെ വന്ന് ആനന്ദ് രാധാമണിക്ക് അന്യനായിത്തീർന്നു.
അവൻ്റെ കൈവിരലുകളിലും അശ്ലീലമായൊരു പരിപരിപ്പ് രാധാമണി തിരിച്ചറിഞ്ഞു. കൈകൾ ഉടലിൻ്റെ സ്വന്തമാണെങ്കിൽ കൈകളുടെ മേൽ മനസ്സിനെന്തധികാരം? അമരീഷ്പുരി നാടകീയമായി വെട്ടിത്തിരിഞ്ഞ് രാധാമണിയുടെ മുഖത്തേക്ക് ചൂണ്ടി. പറയൂ, നിന്റെ കൈകൾ എവിടെയായിരുന്നു? മുതുകിലോ, കഴുത്തിലോ, തലയിലോ എന്നാക്രോശിക്കുമ്പോൾ രാധാമണി പതറിപ്പോയത് എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല. കോടതിയും ഒരു ചുഴുനിലയാണ്. എക്സ് അല്ലെങ്കിൽ വൈ ഏതെങ്കിലും ഒന്ന് പറയിപ്പിക്കുന്നതിൻ്റെ മർമ്മമാണ് വക്കീൽ സോമസുന്ദരത്തിൻ്റെ തൊഴിൽ വിജയരഹസ്യം. അപ്പോൾ അനേക ജോഡി കണ്ണുകളിൽ നിന്നൊലിക്കുന്ന ആസക്തിയും അനേകം വായകളിൽ നിന്ന് പുറപ്പെടുന്ന തുപ്പൽ പുരണ്ട സീൽക്കാരവും രാധാമണിയുടെ ഉടലിൽ ചെന്നു തട്ടും. അതെല്ലാം കൂടി വഴുവഴുക്കലോടെ രാധാമണിയെ ചൂഴ്ന്നു ഉടലിനെ പൊതിയുമ്പോൾ രാധാമണി പറയണം, മുതുകിൽ അല്ലെങ്കിൽ കഴുത്തിൽ അല്ലെങ്കിൽ തലയിൽ. അതോടെ അമരീഷ്പുരിയുടെ ചിരികൾക്ക് അടിവരയിട്ടുകൊണ്ട് വക്കീൽ സോമസുന്ദരം കോട്ടൂരും. പിന്നീട് ബാർ അസോസിയേഷൻ ഹാളിലിരുന്ന് ചൂടുചായ മോന്തുമ്പോൾ സ്വന്തം കുളന്തയെ ഓർത്ത് ബലാത്സംഗം ചൂഴ്നിലകളിൽ സംഭവിക്കുന്നു എന്നൊക്കെ വാദിച്ചു തുടങ്ങിയാൽ എവിടെയാണിതിനൊരു അവസാനമെന്ന് ഉറക്കെ ചിന്തിക്കുമെങ്കിലും ഇപ്പോൾ ആഹ്ലാദ പ്രകടനങ്ങളോടെ അദ്ദേഹം കോടതി വിട്ടിറങ്ങുക. രാധാമണിക്കാവട്ടെ കഥാകൃത്തിനെ ഓർക്കേണ്ടി വരും. കാരണം ബലാത്സംഗത്തിൻ്റെ അറ്റത്തെ നിമിഷങ്ങൾ ഏകപക്ഷീയമല്ലാത്ത ഒരു സുഖാനുഭവത്തിൽ പങ്കുചേരലിൻ്റേതാണ് എന്ന് കഥയിൽ പറഞ്ഞതിൻ്റെ പൊരുൾ ഒരു കുരുക്കായി വന്ന് രാധാമണിയുടെ കഴുത്തിൽ മുറുകിയിരിക്കുന്നു. ചിലപ്പോൾ എത്ര ക്രൂരമായാണ് ശരീരം മനസ്സിനെ ചതിക്കുന്നത് എന്ന എഴുത്തും ഒരു കുരുക്ക് തന്നെ. ഉടലും ഒരു ചുഴുനിലയാണെന്നും സാധാരണ നിലയിൽ ചുറ്റുപാടുകളെന്ന് വിളിക്കപ്പെടുന്നതിനും ഒരു മനസ്സിനുമിടയിൽ അത് വല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുമുള്ള എഴുത്തും ഒരു കുരുക്ക് തന്നെ. ഈ കുരുക്കുകളെല്ലാം കൂടെ വീണു മുറുകി കണ്ണും നാവും തുറിച്ച് മരണഭയത്തോടെ നിൽക്കേണ്ടി വരുന്നത് അലസവായന കൊണ്ട് വന്നുകൂടിയ ആപത്താണ്. കോടതിയിൽ തോറ്റതിലല്ല, കൈകളുടെ അർത്ഥം ആനന്ദ് ദുർവ്യാഖ്യാനം ചെയ്തതിലല്ല, വിധിയാവണ്ണം വേണ്ടാതായിരുന്നിട്ടും ഗോപിനാഥൻ നായരോട് സഹകരിക്കാൻ കഴിയാതിരുന്നതിലല്ല, ബലാത്സംഗത്തിൽ തൻ്റെ കൈകളുടെ സ്ഥാനം എവിടെയായിരുന്നു എന്ന് ഓർത്തെടുക്കാൻ പതറിപ്പോയതിലല്ല, കഥകൾ വായിച്ചു കൊണ്ടിരുന്ന കാലമത്രയും കാണാതെ പോയ കുരുക്കുകളിൽ തൻ്റെ സങ്കീർണമായ ലൈംഗിക അനുഭവങ്ങൾ ഏറ്റവും ലാഘവത്തോടെ ആവിഷ്കരിക്കപ്പെട്ടുപോകുന്ന രീതിയെ ഓർത്ത് വ്യസനത്തോടെയാണ് രാധാമണി കോടതിയുടെ പടിയിറങ്ങുന്നത്. കോടതിയിൽ തോറ്റിറങ്ങുന്ന രാധാമണിക്ക് മറ്റെവിടെയെങ്കിലും അവളുടെ കേസ് വാദിക്കാൻ കഴിയുമോ? കോടതിക്ക് പുറത്ത് ഗോപിനാഥൻ നായർ കാത്തു നിന്നിരുന്നില്ല. ബലാത്സംഗത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങളോ സൈദ്ധാന്തിക തലങ്ങളോ ചർച്ച ചെയ്യുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും ഒരിക്കൽ ബലാത്സംഗപ്പെട്ടു കഴിഞ്ഞ രാധാമണിയോട് തനിക്കിനൊരു സംഘവും സാധ്യമല്ലെന്നും ഗോപിനാഥൻ നായർ വെളിപ്പെടുത്തിയിരുന്നു. എങ്കിലും ഇനിയും വക്കീലിനെയോ കോടതിയോ സമീപിക്കുന്നതിനും മുരുകേശിനെ വീണ്ടും പോലീസിൽ പിടിപ്പിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ താൻ രാധാമണിക്ക് നൽകുന്നതാണ്. ഇതിൻ പ്രകാരം കോടതിയിൽ നിന്ന് തോറ്റിറങ്ങുന്ന രാധാമണിയുടെ കഥയിൽ പല വഴിത്തിരിവുകളാവാം. അതിലൊരു വഴിത്തിരിവാണ് അങ്ങാടിയിൽ കിട്ടുന്നതിൽ വച്ച് ഏറ്റവും വിശിഷ്ടമായ സോപ്പ് തേച്ച് കുളിച്ച് നിറപ്പകട്ടുകളുള്ള ആടകളും കുടയും കൈസഞ്ചിയുമായി പിന്നീട് രാധാമണിയെ കാണുമ്പോൾ ഉള്ളിൽ നിന്ന് വർണ്ണങ്ങളെ പിച്ചെറിഞ്ഞിരിക്കുകയാണവളെന്നും നിഗൂഹനം ആവശ്യമില്ലാത്ത നിസ്സംശയമായ ഒരു ആംഗ്യമാണവളെന്നും മനസ്സിലാക്കുകയും തൻ്റെ ഉടലിൻ്റെ ചുഴുനിലയിൽ എരിവും കുളിരും മുറിവുമുള്ളൊരു മേഖലയാണവളെന്ന് തോന്നുകയും ചെയ്യുന്ന ആരെങ്കിലും ഞാൻ നിന്നെ തേടി നടന്ന ഒരാളാണ് എന്ന് രാധാമണിയോട് പറയുക. എങ്കിൽ പോലും അയാൾക്ക് 26 വയസ്സിനകം മേൽക്കുമേൽ രാധാമണിയിൽ വന്നു വീണ സംഭവങ്ങളുടെയെല്ലാം കനം തൂങ്ങിയ വിഷാദം പരിഹരിച്ച് രാധാമണിയുടെ മനസ്സിനെ രാധാമണിയുടെ ഉടലിലേക്ക് പ്രസരിപ്പിക്കാനാവുമെന്ന് എന്താണുറപ്പ്?